ഞങ്ങൾക്ക് ഭരിക്കുന്നവരെ വേണ്ട, നയിക്കുന്നവരെ മതി. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എൻ്റെ പേര് ജോയി. ഞാൻ സേനാപതി രാജകുമാരി ഇടുക്കി. ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്, നല്ല ഹാൻഡും ഉണ്ട് എനിക്ക്. എൻ്റെ സനീഷ് മാത്യു. ഞാൻ വിളിച്ച പ്രധാനമായിട്ട് 20 ആശയത്തോട് യോജിപ്പ് നമുക്ക് വിളിക്കാന്ന് പറഞ്ഞാണല്ലോ നമ്പർ ഇന്നത്തെ ഒരു ഇതിൽ കൊടുത്തിരുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് 100% യോജിപ്പുണ്ട്. കാരണം വെച്ചാൽ പുള്ളി ഒരു ചെറിയ മോഡൽ കാണിച്ചല്ലോ നമ്മുടെ ബാക്കി പാർട്ടികളെല്ലാം ഇതിന് വിരുദ്ധമായിട്ട് എങ്ങനെയാ കാണിക്കുന്നത് കേന്ദ്രത്തിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ തുടർന്ന് പോയാൽ ശരിയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു തേർഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയങ്കര യോജിപ്പാണ് ഹൈറേഞ്ചിലൊക്കെ. അപ്പൊ നമ്മുടെ അടുത്ത എങ്ങനെയാണ് ഇതെങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിതിനകത്ത് ഇപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരാണ്, കൃഷിക്കാരാണെന്ന് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി. സാബു ജേക്കബിനും അല്ലെങ്കിൽ 2020ക്കും ഇതിന് ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നാനുള്ള കാരണം എന്താ? അപ്പൊ സാബു ജേക്കബ് ഒന്നാമതൊക്കെ ചെയ്യാവുന്ന ഒരാള് പറയുന്നത് പോലെയല്ല, അയാളത് കാണിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് വിശ്വാസ്യത കൂടുന്നത്. അപ്പൊ സാബു ജേക്കബും അല്ലെ 2020 ടീമും കിഴക്കമ്പലത്ത് നടത്തിയ വികസനങ്ങളെ എൻ്റെ പിതാവ് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട ഇംപ്രസ്ഡ് ആയിരിക്കും അതിനകത്ത്. അപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കത്ത് അവര് കിഴക്കമ്പലത്തേക്ക് എഴുതിയിരുന്നു. അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട സാബു, ഇടുക്കി ജില്ലയിലെ വൈസന്മാലി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു SIG ഗ്രൂപ്പിനെ പ്രതികരിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ 2020യുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നടത്തിവരുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇന്നാട്ടിൽ എപ്രകാരമാണ് അത്തരമൊന്ന് തുടങ്ങണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിങ്ങളിൽ നിന്നും സാങ്കേതിക സഹായവും നിർദ്ദേശങ്ങളും ലഭ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ ഗ്രാമീണരും കൃഷിക്കാരുമാണ്. മുൻപറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ, പരിശീലനം നൽകാൻ നേരിട്ടോ വെബ് മീറ്റിംഗിലൂടെയോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫോൺ, ഇമെയിൽ കോണ്ടാക്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞൊരു മെയിലിൽ അവർക്ക് കത്തെഴുതുക ചെയ്തതേ. അപ്പൊ അത് ഒരു വലിയ ഉണ്ട്. അതുപോലത്തെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംഘം എന്നാണ് പൊതുവെ പറയുന്നത് ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ. അപ്പൊ ഈ ഇത്തരം ധാരാളം സംഘങ്ങളായിട്ട് ആളുകൾ കൂടിയിട്ടുണ്ട്. അവർക്ക് അവരുടെ ഒരു കോഓപ്പറേറ്റീവ് എന്നുള്ള രീതിയിലേ പോകുന്നുള്ളൂ. അത് മുമ്പോട്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും. ഇപ്പം ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം വളരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണല്ലോ കാലങ്ങളായിട്ട്. ഒരു പ്രത്യേക പാർട്ടിയോട് പ്രതിബദ്ധത കാണിച്ച് ശരിയോ തെറ്റോ ആയി അവരുടെ എല്ലാ ആശയങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പൊതുവെ നാട്ടിലുള്ളത് ഇപ്പോൾ. അപ്പൊ ഈ 2020യുടെ കാര്യങ്ങളോട് ആളുകൾക്ക് വളരെ യോജിപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതൊരു 45 പേരുള്ള ഒരു സംഘമാണ്. ഞാൻ സാജു മാത്യു, കൊച്ചി ആസ്ഥാനമായ ക്ലോവേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണ്. ക്ലോവേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. ഞാനൊരു പബ്ലിക് സ്പീക്കർ, മോട്ടിവേഷൻ സ്പീക്കർ, ലീഡർഷിപ്പ് ട്രെയിനർ, അതുപോലെ സേഫ്റ്റി എക്സ്പേർട്ടാണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സ്പേർട്ടാണ്. സേഫ്റ്റിയുടെ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് കൊച്ചിയിലുണ്ട്. ഒരു എക്സ് നേവൽ പേഴ്സൺ കൂടെയാണ്, നേവിയിൽ നിന്നാണ് തുടക്കം. അപ്പം താങ്കളുടെ ഈ വീഡിയോസൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് പിതൃക്ക സമ്മേളനത്തിൽ ശ്രീ സാബു ജേക്കബ് നടത്തിയ പ്രസംഗം താങ്കൾ പുനഃപ്രക്ഷേപണം ചെയ്തത് കണ്ടു. അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവവികാസങ്ങളും ഒക്കെ ഞാനിങ്ങനെ സസൂക്ഷ്മം വാച്ച് ചെയ്യുകയാണ്. വളരെ നല്ല കാര്യം. കാലികമായ പല പ്രശ്നങ്ങളും താങ്കൾ ഇടപെടുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഷാജൻ സ്കറിയെ പോലെ തന്നെ ലോകം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്ന് അറിഞ്ഞാൽ താങ്കളോട് എനിക്ക് സ്നേഹവും അവരുടെ സന്തോഷമുണ്ട്. അപ്പം ഇത് ഇന്നിപ്പം ശ്രീ സാബു ജേക്കബ് ഈ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറഞ്ഞ ഈ സംഗതികൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും പണ്ടേ തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ പൂച്ചയ്ക്കാര് പണി കിട്ടും, ആര് മുമ്പോട്ട് വരും എന്ന് ഉള്ള കാരണം കൊണ്ടാണ് പലരും മുമ്പോട്ട് വരാത്തത്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ജനങ്ങളെ അന്ധരാക്കി. മാത്രമല്ല, എന്താണ് ഇവർ സൃഷ്ടിച്ചത്? ഈ കഴിഞ്ഞ 60 വർഷം കൊണ്ട് ഇടതും വലത്തും മാറി ഭരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്തത് പ്രവാസികളാക്കി എന്നല്ലാതെ ഒരു വലിയ ജനത്തെ പ്രവാസികളാക്കി, ആത്മാഭിമാനം നഷ്ടപ്പെട്ട പ്രവാസികളാക്കി, അറിവയുടെ അടിമയാക്കി മാറ്റി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്തത്? ഞാൻ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പല രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കാണാൻ കഴിയുന്നത്, എൻ്റെ 12 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ ഞാൻ രാമനാഥപുരത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ബൈ റോഡ് രാമനാഥപുരത്ത് വരെ പോയി. അന്നത്തെ തമിഴനല്ല ഇന്നത്തെ തമിഴൻ. കാരണം അന്ന് കായസഞ്ചിയും കൊണ്ടൊരു മോപ്പഡ് വണ്ടിയിൽ കഴിഞ്ഞിരുന്ന തമിഴൻ്റെ സ്ഥിതിയല്ല ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് യാത്ര ചെയ്താൽ കാണുന്നത്. ഞാൻ റിയലി സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒരൊറ്റ ഓട് വീടുകളില്ല, എല്ലാം വാർത്ത വീടുകൾ, റോഡുകളൊക്കെ നല്ല സുന്ദരമാക്കിയിരിക്കുന്നു,
ഹൈവേസ് ഒക്കെ വളരെ ഡെവലപ്ഡ് ആക്കിയിരിക്കുന്നു. സ്ത്രീ സംരംഭകർ, സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വിഷനോടുകൂടി അവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യേണ്ടി ഒരു ട്രെയിനിങ് ഒക്കെ ആയിട്ട് യു പിയിൽ ഒക്കെ പോകുമ്പോൾ എന്താ ഡെവലപ്മെൻറ്റ്, ഗുജറാത്തിൽ എന്താ ഡെവലപ്മെൻറ്റ്, ഇത് മാത്രം ഇവിടെ മാത്രം അന്ധത ബാധിച്ച് കേരളത്തിൽ മാത്രം ബംഗാളിൻ്റെ അതേ സ്റ്റാറ്റസ് ആയിരിക്കുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ ഈ പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെയല്ല, വലിയൊരളവ് വരെ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമ്മളുടെയൊക്കെ എല്ലാ പിന്തുണയും താങ്കൾക്കും ഉണ്ടാകും, അതുപോലെ ശ്രീ സാബു എം ജേക്കബിനും ഉണ്ടാകും. അതായത് ഈ നാട് നന്നാവണമെങ്കിൽ ഞാൻ തന്നെ പേഴ്സണലി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഗ്രാമം ഒരു സംരംഭം എന്ന ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഒരു ഗ്രാമം ഒരു സംരംഭം, ഇതിന് സഹായിക്കാൻ കഴിയുന്ന ഒരു ടീമായിരിക്കും ഈ 2020 എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം ഈ നാട്ടിൽ ഒരു ഗ്രാമം ഒരു സംരംഭം എന്ന ഒന്ന് വന്നെങ്കിൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുള്ളൂ. അതിനുവേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്കൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്നായിരിക്കട്ടെ. സുനിൽ ഭായ്, നമസ്കാരം. ഞാൻ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ, റിട്ടയർഡ് SI ആണ്. ഞാൻ വിളിച്ചത് ഇപ്പോൾ താങ്കളുടെ ഒരു മണിക്കൂർ മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ്. ഞാൻ സാബു എം ജേക്കബിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അത് ഞാൻ ഇവിടെ എറണാകുളത്തിനടുത്ത് തന്നെയാണ് താമസം, എറണാകുളം ജില്ലയിലാണ്. നമുക്കത് കൂട്ടായ്മ വളർത്തണം, ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. അടുത്ത പരിപാടി എന്നെ അറിയിച്ചാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാനും അതിനകത്ത് ഉണ്ടായിരിക്കും. ഞാനും സാബു എം ജേക്കബിനോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഗ്രാമമാണ് കാളികാവ് എന്ന് പറയും. എന്റെ പേര് സലീം. അപ്പോ എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും സാറേ. ഞാൻ 10 വർഷമായിട്ട് മറ്റേ 2020 ഉദയം മൂലം തന്നെ അത് ശ്രദ്ധിച്ച് വരുന്ന ഒരാളാണ്. 20 വർഷമായിട്ട് ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 20 വർഷം മുന്നേ തന്നെ ഞാൻ ഇതിന് വിട്ടുന്നയാളാണ്. 2020 സാബു ജേക്കബിലും അങ്ങ് കാണുന്ന ഒരു പ്രതീക്ഷ എന്താണ്? നമ്മുടെയൊക്കെ സ്വപ്നം ഇതാണ്, 2020 അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും 2020 ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 പറ്റി ഒന്നും അറിയില്ല, ഒന്നും കേട്ടിട്ടില്ല. ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ പറയാറുണ്ടെങ്കിലും 2020 പറ്റി ഒന്നും അറിയാത്തൊരു സാഹചര്യമാണ്. ഞാൻ CSA സൗത്ത് കേരള ഡയസിൽ അച്ഛനാണ്, മാത്യു മാർക്കോസ് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാബു ജേക്കബിന്റെ അല്ലേ? ഒരു കാലത്ത് ഈ രണ്ട് പാർട്ടി ഒഴിവാക്കി ആം ആദ്മി പാർട്ടിയായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതിനേക്കാളും നമ്മളെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഇത് വന്നപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം. ഞാൻ ഈ മ്യൂസിക്കിന്റെ ആളാണ്, സംഗീത സംവിധാനം പാട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പാട്ട് ഗാനങ്ങളോ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കായിട്ട് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറയണം. എന്റെ പേര് സാബു പി വർക്കി എന്നാണ് ഒഫീഷ്യൽ നെയിം. യൂട്യൂബിലൂടെയുള്ള പ്രശ്നമാണ്. ഇത് വാർത്തകളൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ജേക്കബ് സാറിന്റെ മഹാസമ്മേളനം 4 പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചുള്ളതാണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മഹാസമ്മേളനത്തിന് തുല്യമായ ഒരു സമ്മേളനമാണ് സാറിന്റെ നടത്തിയത്. അത് വളരെ ഈ കേരളത്തിലെ ജനങ്ങളെ ഇന്നത്തെ ഈ ഭരണം എന്നുള്ളതല്ല സാറേ, 78 വർഷമായിട്ട് ഈ നാട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ ഭരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു വികാരമാണ് അതിന്റെ ആ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഈ സാധാരണപ്പെട്ടവർക്ക് വളരെയേറെ അനുഗ്രഹമാണ് സാറിന്റെ ആ നയപ്രഖ്യാപനങ്ങളെ. 2020 ഈ രാജ്യം കേരളം ഭരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള സാറിന്റെ ആ പ്രഖ്യാപനങ്ങൾ ശരിക്കും ഇത് ഈ നാടിനെ ചിന്തിക്കുന്നവർക്കും നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. 21 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഞാൻ ഗൗരമ്മയുടെ കൂടെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ ചിതറി പല ഭാഗങ്ങളായി. പിന്നെ ഞാൻ 1-2 വർഷത്തോളം എങ്ങും പ്രവർത്തനം ഇല്ലാതിരുന്നതിന് ശേഷം പിന്നെ ഗണേഷ് കുമാറിന്റെ കൂടെ പ്രവർത്തനത്തിൽ ഇറങ്ങി. പക്ഷേ ഗണേഷ് കുമാറിന്റെ കൂടെ പ്രവർത്തനം ഇറങ്ങിയപ്പോഴും അദ്ദേഹം ഈ ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള, പക്ഷെ എങ്കിൽ പോലും കുറെ സത്യസന്ധതയും നീതിയും പുലർത്തുന്ന ഒരു നേതാവാണ്, ക്വാളിറ്റിയുള്ള ഒരു നേതാവാണെന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. പക്ഷെ എങ്കിൽ പോലും സാറേ അതിനകത്തും എല്ലാം ക്ഷുദ്രജീവികളാണ് കിടക്കുന്നത്. നമുക്കൊന്നും നന്നായി. ഞാൻ അതിന്റെ കർഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ എന്നെ നിയോഗിച്ചതാണ്. പക്ഷെ ഞാനതൊക്കെ അത് വേണ്ടെന്ന് വെച്ചു. മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു, ഇതെല്ലാവർക്കും അഴിമതിയും കാര്യസാധ്യങ്ങളും അങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകാൻ നമുക്കതിനകത്ത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ എങ്ങും പ്രവർത്തനമൊന്നുമില്ല. സ്വന്തമായിട്ട് വീട്ടിൽ കുത്തിയിരുന്നു സ്വസ്ഥമായിട്ട് ഇങ്ങനെ
ഇതുപോലുള്ള വാർത്തകൾ കാണുക, സമാധാനമായിട്ടിരിക്കുക. പക്ഷേ ഇപ്പം ഈ ഒരു മഹാസമ്മേളനത്തിൻ്റെ സാർ അതിൻ്റെ വാർത്തകൾ ജനങ്ങളിൽ നിന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന, അതുകൊണ്ട് ഞാനും എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് സാറേ ഇങ്ങനെ ഒരു കാര്യം. ഇത് ഈ കേരളത്തിലെ മൊത്തം ഇതിൻ്റെ 2020 വികസിപ്പിക്കുന്ന രീതിയിൽ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു, ഡൽഹിയിലെ കെജ്രിവാൾ സാറ്, അവരെ പോലെയൊക്കെ കേരളത്തിലും ഇതുവരെ അങ്ങനെ ഒരു നേതൃത്വം വന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് ഈ 2024 ഇത് പൂർണ്ണമായി കേരളത്തിൽ മൊത്തം വ്യാപിപ്പിച്ച് കേരളം ഭരിക്കാൻ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ഒരു വശത്തോടെ ചിന്തിച്ചാൽ സാറേ ബോധമില്ലാത്തവരാ. സത്യം പറഞ്ഞാൽ സാക്ഷര കേരളം എന്ന് പറഞ്ഞാലും 98% ബോധമില്ലാത്തവരാ. അവർക്ക് അപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ വികസനമോ നല്ല നേട്ടമോ ഒന്നുമല്ല. എന്തെങ്കിലും കണ്ടാൽ അതിൻ്റെ പുറകെ 4 കിറ്റ് കൊടുത്തപ്പം വീണ്ടും ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് കണ്ടു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു കുഴപ്പം. അതാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് ജനം ഉൾക്കൊണ്ട് വരത്തില്ല. എങ്കിൽ പോലും ഉൾക്കൊള്ളുന്നവർ മനസ്സിലാക്കും. അവരിൽ നിന്ന് പ്രചോദനം ഏറ്റെടുത്ത് ആളുകൾ വന്നെങ്കിൽ വരും എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഇപ്പോഴേ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങിയെങ്കിൽ നമുക്കതിന് ശക്തമായി മുന്നോട്ട് പോകാനേ സാധിക്കത്തുള്ളൂ. ജനങ്ങളുടെ ഈ വികസനത്തെ ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് അത്യാവശ്യമാണ് സാറേ. ഇപ്പം 2020 ചേർന്ന് പ്രവർത്തിക്കാൻ അങ്ങേക്ക് ഒരു താല്പര്യം ഉണ്ടാവോ? ഉണ്ട്. അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനായിട്ട്, മുന്നോട്ടുള്ള അധിക സ്ഥാനങ്ങളൊന്നുമില്ല, എളിയ പ്രവർത്തകനായിട്ട് അവരുടെ വളർച്ചയ്ക്ക് ഈ 2020 വളർച്ചയ്ക്ക് വേണ്ടുന്ന കൈത്താങ്ങുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. ഞാൻ ഇങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ട് കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു പാർട്ടിയുടെ. ഞാനില്ല, ഞാൻ ഇനി ഒന്നിനും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു മന്ത്രിയെത്തുള്ള. ഞാൻ പറഞ്ഞു മന്ത്രിയുള്ള പാർട്ടിയിലല്ല പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ പ്രവർത്തന ശൈലി കൊണ്ടുവന്ന് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാതെ മന്ത്രിമാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനില്ല. അത് മന്ത്രിമാരുടെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കൈയിട്ട് വരാനാ സാറേ. അപ്പോൾ അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാം. ഈ ശിഷ്ട ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ പണം എന്ന് പറയുന്നത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ദൈവം മനസ്സ് വെച്ച് തന്നെങ്കിലേ ഉണ്ടാകത്തുള്ളൂ സാറേ. ഈ സഭാ നേതാക്കന്മാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കേണ്ട സംഗതികളാണ് ഇതൊക്കെ ഈ കാലത്തെ. സാറെങ്കിലും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ഒരു മനുഷ്യനും പുറത്ത് പറയുന്നില്ല. പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒറ്റപ്പെടുമെന്നുള്ള ഭയം, പിന്നെ ഈ മറ്റ് സമൂഹത്തിൽ ജീവിക്കണ്ടേ. അത് കാരണം ആരും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ ഇതിന്റെ പീഡനം അനുഭവിക്കുന്നവരും വളരെ ശാന്തമായിട്ട് അവരും ആരും അറിയണ്ട, ഇതിഞ്ഞ് അങ്ങ് പൊക്കോട്ടെ, എങ്ങനെയെങ്കിലും അങ്ങ് കെട്ടങ്ങ് പോകാം എന്നും കണ്ട് അവരും അനങ്ങാതിരിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലോ. ഒരു അന്തകൻ ആർക്കെങ്കിലും ഒരാളുണ്ടാവുമല്ലോ അന്തകനായിട്ട്. സാറിന് ഒത്തിരി നന്ദിയുണ്ട് സാർ ഇത്ര ശക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം. സാജൻ സാറും സൈ സാറുമാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇങ്ങനെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചും വലിച്ചു കീറി ഒട്ടിക്കുന്ന രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനൊക്കത്തുള്ളൂ. ഇതിന്റെ പിന്നില് നമ്മുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ചാലക്കുടി കൊരട്ടിന്ന് വിളിക്കുന്ന ആളാ. പറഞ്ഞു വെച്ചാ എന്റെ പേര് തോമസ്. ഞാൻ സാബു ജേക്കബിന്റെ കാര്യങ്ങൾ പ്രസംഗം എല്ലാം ഞാൻ കേട്ടു. ഇന്നിപ്പോ സാറിന് നടത്തി അതെല്ലാം ഞാൻ കേട്ടു. പക്ഷെ മറ്റു ആൾക്കാരുടെ പ്രതികരണം കേട്ടു. കേരളത്തിൽ 140 സ്ഥലത്ത് പെട്ടെന്ന് ആൾക്കാർ അതിന് പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. സാറേ കഴിഞ്ഞ പ്രാവശ്യം എന്തല്ല എറണാകുളം ജില്ലയിൽ എത്ര ആളെ നിർത്തി സാറേ? കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ എറണാകുളം ജില്ലയിൽ എത്ര ആളെ നിർത്തി? സാബു ജേക്കബിന്റെ ആൾക്കാരെ നിർത്തിയില്ലേ? അതുകൊണ്ട് ഗുണം കിട്ടിയത് ആർക്കാ സാറേ? CPM കിട്ടിയ സാറേ. എറണാകുളം ജില്ല കോൺഗ്രസിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തുണ്ടായെന്ന് വെച്ചാല് സാബു ജേക്കബിന് 2020 ആൾക്കാർ വോട്ട് ചെയ്തത് അത് കോൺഗ്രസിന്റെ വോട്ടാണ് സാബുവിന് പോയത്. അതുകൊണ്ട് എന്തുണ്ടാ വെച്ചാല് പിണറായിക്ക് രക്ഷപ്പെട്ടു. അതിപ്പോ 140 നിയോജക മണ്ഡലത്തിലും നമ്മളെ ആൾക്കാരെ നിർത്തിയാൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാല് ജയിക്കല് പിണറായിക്ക് മെച്ചങ്ങൾ ചെയ്യും. അതും വരരുത്, അങ്ങനെ ചെയ്യരുത്. എന്നീ കോൺഗ്രസിന്റെ കൂടാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് എറണാകുളം ജില്ലയിൽ മാത്രം എടുക്കാം.
എറണാകുളം ജില്ലയിൽ മാത്രം എടുത്തിട്ട് എപ്പോഴും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും അവിടെ മെമ്പർഷിപ്പ്. അപ്പം നമുക്കറിയാമല്ലോ, അല്ലാതെ ഇപ്പോൾ ചാലക്കുടി വന്ന് തൃശ്ശൂർ വന്ന് കോഴിക്കോടൊക്കെ പോയി എല്ലാവരും ഇപ്പം ഇങ്ങനെ പറയും ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്ര ആളുണ്ട്, ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ട സാറ്, അപ്പം ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ വോട്ടിന് വരുമ്പോൾ ഇതിന്റെ പ്രചരണം മറ്റു കാര്യങ്ങൾക്ക് കുറവായിരിക്കും. ആ കോൺഗ്രസ്സുകാരിലേക്ക് നിൽക്കും. ഇതിന് ആൾക്കാരില്ലല്ലോ, ഇതിന് ആൾക്കാർ എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ 2020 വരണം എന്നാകുന്നുണ്ട്. പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. സാധിക്കാത്തതിന്റെ കാര്യം എന്താവുമെന്ന് പ്രതീക്ഷിച്ചാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ അത് ആൾക്കാർ ചെയ്യും. അപ്പം നമുക്കറിയാമല്ലോ ഓരോ നിയോജക മണ്ഡലത്തിൽ എത്ര ആളും നമുക്ക് അനുകൂലിക്കുന്ന മെമ്പർഷിപ്പ്. അല്ലാതെ നമ്മൾ എല്ലാവരും സാബുജിക്ക് വേണ്ടി പ്രശ്നമൊക്കെ ഞാൻ കേട്ടില്ല. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് 10 പൈസ വേണ്ട രാജ്യം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ദൈവം ഒരു പ്രത്യേക ഒരു ദൂതനെ അയച്ചേക്കണതാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ കുന്നത്താട് നമുക്ക് എന്തുണ്ടായിരുന്നു, ഇപ്പൊ 4 പഞ്ചായത്ത് സ്വയം ഭരിക്കാനുള്ള കഴിവ് കിട്ടിയ ഒരു മനുഷ്യന് പോലും ചെറിയ കാര്യമൊന്നല്ല അത് ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ കുന്നത്താട് നിയോജക മണ്ഡലത്തിൽ എത്ര പഞ്ചായത്തുണ്ട്? ആ പഞ്ചായത്ത് തന്നെ ആയാലും ബാക്കിയുള്ള പഞ്ചായത്തല്ല അവിടത്തെ ആ മെമ്പർഷിപ്പ് കൈക്കലാക്കാം. ഇപ്പൊ അവിടെ മറ്റവൻ ജയിച്ചില്ലേ? ഇപ്പൊ ഈ 4 പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന 2020 അവിടെ മറ്റവൻ ജയിച്ചില്ലേ? എന്നിട്ട് ആൾക്കാർ വെറുതെ കൊണ്ടുപോയി തിന്നിട്ടും. അപ്പൊ എന്നതുപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, മെമ്പർഷിപ്പ് എറണാകുളം ജില്ല മാത്രമേ എത്രയും വേഗത്തിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുക. ഇവിടെ ഇപ്പൊ കൊച്ചിയിലും ആൾക്കാരുണ്ട്, എന്റെ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സൊക്കെ ഇവിടെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സംസാരിക്കുന്ന അതങ്ങോട്ട് എന്താ പറയാ മുഴുവൻ ആക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ സാബുജിയെ കൊണ്ടൊരു കൊരട്ടിയിലോ അല്ലെങ്കിൽ ചാലക്കുടിയിലോ ഒരു പ്രസംഗം നടത്തി കുറെ ആൾക്കാർ കൂടും. ഓക്കെ പക്ഷെ അതുകൊണ്ട് നമുക്ക് മുഴുവൻ ആവോ എന്ന് ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഒരു വേണ്ട പ്രവൃത്തി എറണാകുളം ജില്ല എത്രയും വേഗത്തിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം കാര്യമില്ലല്ലോ. മുമ്പിലേക്ക് ഇറങ്ങി വരണ്ട. ഇപ്പൊ ചാലക്കുടിയിലും കൊരട്ടിയിലും സാബുജിക്ക് വന്ന് പ്രസംഗം നടത്തുന്ന കണ്ടമാനം ആൾക്കാരല്ലോ, ഒക്കെ ശരിയാണ്. പക്ഷെ മെമ്പർഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവർ ദേശീയമായിട്ട് വോട്ട് ചെയ്തിരിക്കും. ഞാൻ ഇടുക്കി ജില്ലയെന്നാണ് വിളിക്കുന്നത്. ഇടുക്കി ഇരട്ടയാറെന്ന് പറയും. കട്ടപ്പന ഇരട്ടയാറ്. അത് വിളിച്ചു എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ഈ സാറിന്റെ എല്ലാം ഇത് യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട്. 100% അംഗീകാരം അല്ലെങ്കിൽ ഒരു 85% അതിനോട് യോജിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2020 ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചത്. എനിക്ക് 50 വയസ്സുള്ള ആളാണ്. ഒരു അമ്മമാര് ഞാൻ ഇപ്പോഴത്തെ ഈ കുറെ വർഷങ്ങളായിട്ടുള്ള ഭരണത്തിന്റെ ഫലം അനുഭവിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ 2020 എന്നുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ബുദ്ധി കൊടുത്തതെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ തരത്തിലും ജീവിതം മടുത്ത കഥകളൊന്നും ഒത്തിരി ഞാൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ അനുഭവിക്കുന്ന കുറെ വ്യക്തികളെ ഞങ്ങൾ പലരുടെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ വിളിച്ചത്, എൻ്റെ ഒരാളുടെ അഭിപ്രായത്തിന് വിളിച്ചതല്ല. അങ്ങനെ ആ ഒരു പദ്ധതി ഞങ്ങളുടെ ഈ ജില്ലയിൽ വരുവാണെങ്കിൽ അതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ ഞങ്ങളൊരു 19 അമ്മമാര്, ഞങ്ങളൊരു കുറച്ച് കുടുംബശ്രീക്കാരുടെ അഭിപ്രായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് നേരത്തെ തൊട്ട് എൻ്റെ കുറേ കൂട്ടുകാർ ആ കമ്പനി ജോലി ചെയ്തവരുണ്ട്. ഈ സാബുൻ ജേക്കബിൻ്റെ പിതാവിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി എല്ലാം ഇപ്പം കേട്ടതല്ലാതെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഞങ്ങളുടെ ഏജിലുള്ള കുറച്ച് പെണ്ണുങ്ങൾ അവിടെ ജോലി ചെയ്തവരുണ്ട് ഈ കിറ്റെക്സ് കമ്പനിയിൽ. അപ്പോൾ അവർ ഈ സാബുൻ ജേക്കബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവുമായിട്ടുള്ള പരിചയം വെച്ച് അവരെ പറ്റിയുള്ള അത് ഞങ്ങൾ നേരത്തോട്ട് അറിയുന്ന നല്ല മനുഷ്യരാണെന്നും ഈ കട്ട് തിന്നേണ്ട ആവശ്യമുള്ള ആൾക്കാരല്ല അവർ, ചുരുക്കി പറഞ്ഞ. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ സ്ഥാനത്തോട്ട് എത്തിച്ചില്ലെങ്കിലാണ് ഇവിടെ കണ്ട് സാറേ ഇഷ്ടംപോലെ ആൾക്കാർ തെങ്ങ് കയറി കമുങ്ങ് കയറി നടക്കുന്നവരൊന്നും ഇത് ഒരു പരിധി കൂടുതൽ രക്ഷപ്പെട്ട ചരിത്രം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അത് ഉണ്ടാകുന്നതിന്റെ പുറകിലെ വരുമാനം ഒരു തെങ്ങ് കയറിയാലും കമുങ്ങ് കയറിയാലും ഒക്കെ കിട്ടുന്ന എന്നാണെന്നൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന. അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ലാതെ കാശ് കണ്ട് മുഷിഞ്ഞവരെയും അതിനോടുള്ള ആർത്തി കുറഞ്ഞവരെയും ഒക്കെ സ്ഥാനത്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള നമ്മുടെ നാടിന് ഇത്രയും ചാവുമായിട്ട് തീരുകയായിരുന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100% ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഈ ജില്ലയിലൂടെ, അതായത് ഞങ്ങളുടെ പഞ്ചായത്തിലും ഞങ്ങളുടെ ജില്ലയിലും എല്ലായിടത്തും എത്തണമെന്ന് ഞങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ആഗ്രഹം ആ മനുഷ്യനിൽ എത്തിക്കാൻ സാറിന് എന്തെങ്കിലും പറ്റുന്നുണ്ട്. അത് കുറച്ച് അമ്മമാരുടെ ആഗ്രഹമാണെന്ന്
പറഞ്ഞു സാറ് അവിടെ എത്തിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഒന്നൊരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടത്തുവാണെങ്കിൽ ഈ അമ്മമാരുടെ ആഗ്രഹം സഫലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ പോലുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും അത് എത്തേണ്ടോടത്ത് എത്തിക്കാനും ഉള്ള ഒരു അവസരം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ബലഹീനര് അടുക്കളയിൽ കഴിയുന്ന സാധാ അമ്മമാരാണ് ഞങ്ങള്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് i2 ന്യൂസിന് ഞങ്ങൾക്ക് വലിയ പൗരപ്രമുഖരുടെ അല്ല ഞങ്ങൾ വാക്കുകൾ എടുക്കുന്നത്. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആ ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണമാണ് ഞങ്ങൾ സാബു ജേക്കബിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം വേറെ കുറച്ച് പേരും ഇത് ചെയ്യുന്നുണ്ടല്ലോ. സാറിനെ തന്നെ വിളിക്കാൻ ഞങ്ങൾ കാരണമായത് അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുള്ളതുകൊണ്ട്. ഇത് ഞങ്ങളുടെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ ഇത് ആ മനുഷ്യൻ്റെ ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും ആ മനുഷ്യനെ അറിയണം എന്നൊക്കെ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിലേ സാറിന് 100% സപ്പോർട്ട് ഞങ്ങളുടെ ഈ അമ്മമാരുടെ, എനിക്ക് മറ്റുള്ളവരെ പറയാൻ പറ്റില്ല, സാധാരണക്കാരായ അമ്മമാരുടെ സപ്പോർട്ട്, അതായത് കുടുംബശ്രീ മുഖേനയുള്ളത്, പിന്നെ ഞങ്ങളുടെ കുറേ വേറെ ഉള്ള പ്രസ്ഥാനങ്ങളുണ്ട്, മാതൃക, അങ്ങനെ മറ്റുള്ള കുറേയൊക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള എല്ലാ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. എന്നെ ഇങ്ങനെയുള്ള കുറേ കള്ളന്മാരെ വളർത്തി വിട്ട് ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളല്ല. നല്ല ആളെന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും വേറെ ഏത് ഇത് വന്നാലും ഞാൻ വ്യക്തിപരമായിട്ട് നോക്കിയിട്ട് ആ ആളെങ്ങനെയാണ് നമുക്കൊരു വിലയിരുത്തൽ നമ്മൾ കാണുന്ന വാർത്തയൊന്നും അങ്ങനെ കണ്ടേച്ച് പിന്നെ അറിയുന്നവരാണ്. അങ്ങനെ നല്ല മനുഷ്യനെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങളെയൊക്കെ സാധാരണ അമ്മമാർക്കുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയിലും അമിതമായിട്ട് വിശ്വസിക്കുകയോ ഒരു പാർട്ടിയിലും വർക്ക് ചെയ്യുന്ന ഒന്നുമല്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റിയേ കള്ളത്തരമില്ലാതെ എന്തിനും ഏതിനും കൊലയും കൊത്തും കേസും ജനങ്ങളെ എല്ലാം വിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു ഭരണം ഇനി വരരുത്. ഇന്നിപ്പോൾ സാറിനറിയാലോ ഏത് തരത്തിലും ഒരു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഒരു തരത്തിൽ കൂടെയും ജീവിക്കാൻ പറ്റിയാല, ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയാല, അതിനേക്കാളുപരി മനുഷ്യൻ്റെ ജീവന് വിലയില്ല. മൃഗങ്ങളുടെ ജീവനൊക്കെ ഉള്ളതിൻ്റെ കാൽഭാഗം വില ഒരു മനുഷ്യൻ്റെ ജീവനില്ല. എന്തെല്ലാം തരത്തിൽ കൂടെ പൊറുതി മുട്ടി നാട് വിട്ട് കുട്ടികൾ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളില്ല. പിന്നെ ന്യായമോ നീതിയോ പറയുന്നവരെ തുറങ്കിലടയ്ക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാം കേസ് പെടുത്തുന്നു. കണ്ട് മടുത്ത് സാഗി കെട്ടണം. ഞങ്ങൾ പ്രതികരണശേഷി അതുള്ള ആൾക്കാരൊന്നും അല്ല. കണ്ട് സാഗി കെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെപ്പോലെ ആ മറിയക്കുട്ടിയമ്മയൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ കുത്തി ഈ മാളത്തിൽ നിന്ന് ഇറക്കിയ പോലെ ഇറക്കിയതാണ് സാറേ, അല്ലാതെ സ്വമനസാലെ കഴിവുണ്ടായിട്ട് ഇറങ്ങിയതല്ല. ഇന്ന് ഞാൻ ഈ സാറിനെ വിളിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം സാഗി കേട്ടിട്ടാ. ഏത് നാമത്തിനാ സാറേ? കറണ്ട് ബില്ല്, അതുപോലെ തന്നെ എന്നാ ഒരു സാധനം നമ്മുടെ കൂലി ഒരു സാധാരണക്കാരൻ്റെ വരുമാനത്തിനനുസരിച്ച് രീതി ജീവിക്കാൻ പറ്റിയാലാന്ന് 100% ഉറപ്പായ ഒരു കാര്യമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ ഒന്നും പറ്റത്തില്ലാത്ത കാരണം ഈ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ച ഈ ഭരണപക്ഷത്തിന് കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇറങ്ങി സമരം ചെയ്താലോ എന്ന് വരെ ഞങ്ങൾ അതുപോലെ അമ്മമാരുടെ അഭിപ്രായം ഞങ്ങളുടെ സംഘത്തിൽ വരും. ഞാനൊരു സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അമ്മമാരൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പം അവരുടെ ആ വികാരത്തിൽ നിന്നുള്ള ആ ഇതുകൊണ്ട് മാത്രം കൂടെ ആ സാറിനെ വിളിക്കാൻ കാരണമായി. അല്ലാതെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. ഞങ്ങളൊക്കെ ബലഹീനരല്ലേ, ഞങ്ങളൊക്കെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിയുന്നവരല്ലേ. ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ സാറിനെ അറിയിച്ചു. പിന്നെ ഞങ്ങൾക്ക് ആ പ്രസ്ഥാനം ഇവിടെ 2010 എന്ന പ്രസ്ഥാനം ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാനും ഒന്നാമത് ഞങ്ങൾ കുറച്ച് ഇപ്പോൾ ചുരുക്കി പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അറിവിൽ ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു 19 അമ്മമാരുടെ മുകളിലുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അത്രയും ഞങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കാനും മെമ്പർഷിപ്പോ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സാർ അവരെ ഒന്ന് അറിയിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഉപകാരം. ഞാൻ ഒമാനിന്നാണ് വിളിക്കുന്നത്. ഒമാനിന്നോ? ആരായിരുന്നു വിളിക്കുന്നത്? എൻ്റെ പേര് സജു കെ ഡാനിയൽ. ഞാൻ വിളിച്ചത് നമ്മുടെ 2020 ആഭിമുഖ്യവും സ്നേഹവും പ്രകടിപ്പിക്കാനും കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനും കൂടിയായിരുന്നു. അതായത് അന്ന് പ്രതിർക്കയിൽ വെച്ചിട്ട് സാബുദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടു. അതിലെല്ലാം നല്ല പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും സോഷ്യൽ ജസ്റ്റിസും കൂടെ ഉൾപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രകടന പത്രിക പോലെ അദ്ദേഹം പറഞ്ഞതെല്ലാം നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. കൂട്ടത്തിൽ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം വിട്ടുപോയി എന്നൊരു തോന്നല്. അപ്പൊ അതെന്താണെന്ന് എൻ്റെ അഭിപ്രായം ഒന്ന് പറയാനായിട്ടായിരുന്നു. പറഞ്ഞോളൂ സാർ. അതായത് നികുതിയായിട്ടും കരമായിട്ടും വിവിധ ഫീസ് ഇനങ്ങളിലും സ്വരൂപിക്കപ്പെടുന്ന പൊതുസമ്പത്ത് ഇത് പൊതു ആവശ്യങ്ങൾക്ക് പരമാവധി, മൊത്തത്തിലല്ല, പരമാവധി പൊതു ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടണം.
സൗജന്യങ്ങളും സഹായങ്ങളും സംവരണങ്ങളും കൊടുക്കുന്നത് കുറയ്ക്കണം. അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. ആ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡം ഒരിക്കലും ജാതിയോ മതമോ എണ്ണമോ ആകരുത്. എണ്ണം എന്ന് ഊന്നി പറയുക, മനസ്സിലായില്ല. ജാതി, മതം, എണ്ണം എന്ന് തുടങ്ങിയവയായിരിക്കരുത് അതിന്റെ മാനദണ്ഡം. അപ്പോൾ പൊതുസമ്പത്ത് പൊതു ആവശ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, ഒരു വൃത്തിയുള്ള രാഷ്ട്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുസമ്പത്ത് നല്ലൊരു പങ്ക് അതിന് ഉപയോഗിക്കണം. ബാക്കി വരുന്നത് ഇപ്പൊ നമുക്ക് എന്തായിരുന്നാലും ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരും അവശത അനുഭവിക്കുന്നവരെയും രാഷ്ട്രത്തിന് സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ സഹായിക്കുന്നതിന്റെ തോത് കുറയ്ക്കണം, ആ തോത് കുറയ്ക്കണം. അതുപോലെ തന്നെ അങ്ങനെ കൊടുക്കുന്നതിന് ഈ പറയുന്നത് പോലെ ജാതിയോ മതമോ എണ്ണമോ ആയിരിക്കരുത് അതിന്റെ അടിസ്ഥാനം. ഇതിലെ ഒരു സമ്പൂർണ്ണ മതേതര രാഷ്ട്രമാകത്തുള്ളൂ. അതേപോലെ തന്നെ പൊതു സൗകര്യങ്ങളും വിഭവങ്ങളുടെയും ഉപയോഗം, ഉദാഹരണത്തിന് സർക്കാർ ജോലി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനം, ഇതിനും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഈ ജാതിയോ മതമോ എണ്ണമോ ആകരുത്. എങ്കിലേ ഒരു സമ്പൂർണ്ണ മതേതര രാഷ്ട്രമാകത്തുള്ളൂ. ഇതിപ്പോ ഇവിടെ അങ്ങനല്ല. ഈ നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും മാത്രമായിട്ടുള്ള ഒരു നാമമാത്രമായ അവകാശം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മതേതര രാഷ്ട്രം എന്ന് പറയുന്നത്. പക്ഷേ സമ്പൂർണ്ണമായിട്ട് മതേതര രാഷ്ട്രം ആകണമെന്നുണ്ടെങ്കിൽ ഒരു പൗരനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലും മതം, ജാതി, എണ്ണം തുടങ്ങിയവ അതിന് തീരുമാനം എടുക്കുന്ന ഒരു ഘടകമേ ആകാൻ പാടില്ല. അതാണ് എൻ്റെ അത് ഈ ഒരു വിഷയം അദ്ദേഹം പരാമർശിച്ച് കണ്ടില്ല. തീർച്ചയായിട്ടും അങ്ങ് ഈ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണും. തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്താം. പിന്നെ എന്റെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും CPI-ക്കാരാണ്. ഞാനും ഒരു ചെറിയ തോതിൽ അനുഭാവം CPI-യോടാണ്. പക്ഷെ അത് ഈ സോക്കോൾഡ് അന്തംകമ്മി വിഭാഗത്തിൽപ്പെട്ടതല്ല. പ്രശ്നാധിഷ്ഠിതമായിട്ടേ വോട്ട് കൊടുക്കാറുള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ നിയമസഭാ ഇലക്ഷൻ നടന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ബാലഗോപാലിന് വോട്ട് കൊടുക്കാൻ മനസ്സ് വരാതെ നോട്ടയ്ക്ക് വോട്ട് കൊടുത്ത ആളാണ്. എന്തായിരുന്നാലും കൊടുക്കാൻ തോന്നത്തില്ല. ബാലഗോപാലിന് എന്തായിരുന്നാലും കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയി നോട്ടയ്ക്ക് കൊടുത്ത് എന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ച ആളാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ രാഷ്ട്രീയം. നമ്മൾ പൂനെ എന്നാണ് വിളിക്കുന്നത്. പൂനെ. ആരാ വിളിക്കുന്നത്? എന്റെ പേര് ഹരിദാസ് എന്നാണ്. നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. നാട്ടിലെ നമ്മള് എറണാകുളം ഡിസ്ട്രിക്ട്, അപ്പൊ നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉയരട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ ഈ 2020 സാബു സാറും ഒക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. സൗദിന്ന് സാറിന്റെ ഇതൊക്കെ കണ്ട് നല്ല ഇതാണ്. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാൻ നേരിട്ട് വിളിച്ചതാണ്. പറഞ്ഞോളൂ. നാട് കൊട്ടാരക്കരയാണ്. അവരുടെ ഈ കള്ളക്കേസും ഈ ആക്രമണവും കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു ലേലം കണ്ടെന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് രക്തത്തിളക്കുക കാണുമ്പോൾ നമുക്ക് രക്തം തിളക്കുക. ഞാൻ പൊട്ട കോൺഗ്രസ് ആയിരുന്നു. ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ പ്രസ്ഥാനം വന്നാൽ കേരളത്തിൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ടായിരിക്കും എന്റെ കൂടെ ഉണ്ടായി. അവിടെ ആ കുന്നത്താറിലുള്ള ഒരു പയ്യൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുന്നത്ത് നാട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താ? നല്ല എന്തോ ഒരു ജീവനാണെന്നറിയാമോ അവർക്ക്. പണ്ടോട്ടേ അവരെ അവിടെ കളിക്കാനൊക്കെ പോകുമ്പോൾ അവരെ സാംസ്കാരിക അപ്പനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ പറയുന്നത് കളിക്കാൻ പോകുന്നു. നല്ല നമുക്കത് മുന്നോട്ട് എങ്ങനെങ്കിലുമൊക്കെ അത് നല്ല ധൈര്യം കൊടുത്ത് കൊണ്ടുപോകണം. നമുക്ക് കൊട്ടാരക്കര എവിടെയെങ്കിലും നല്ലൊരു ഇത് നമ്മളെ ആൾക്കാരെ എത്തിച്ചേരാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.